അറിയോ നാട്ടുകാരെ? എന്റെ മലപ്പുറം ജില്ലയിൽ ഈറക്കടുത്ത് ഈ 2 ആഴ്ച മുമ്പേ 17 വയസ്സായ +1 ഒരു ചെറുപ്പക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. 17 വയസ്സ്. എന്താ കാര്യം? വാട്സപ്പിൽ ഇതുപോലെ ഒന്ന് ഇട്ടതാണ്. അവനിട്ടത് എന്താണെന്നറിയോ? ഇപ്പൊ ഒരു 3-4 ആഴ്ച മുമ്പേ 3 ദിവസം തുടർച്ചയായി പേമാരി വന്നു, മഴ. അപ്പോ അധിക ജില്ലയിലും കലക്ടർമാര് സ്കൂളിന് അവധി പ്രഖ്യാപിച്ചു. ഞങ്ങള് മലപ്പുറത്തെ കലക്ടർ അവധി പ്രഖ്യാപിച്ചിരുന്നില്ല. ഈ ചെറുക്കൻ കലക്ടറായിട്ട് സ്വന്തമായിട്ടാണ് പ്രഖ്യാപിച്ചത്. 17 വയസ്സുള്ള അവൻ എഴുതിയത് എന്താണെന്നറിയോ? സ്ക്രീൻഷോട്ട്. കാലവർഷക്കെടുതി കാരണം പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെ മലപ്പുറം ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കുന്നു. അങ്ങനെ ഹാജർ കുറഞ്ഞു, കുട്ടികൾ വന്നില്ല, അധ്യാപകരും അങ്ങനെയൊക്കെ വരാതിരുന്നപ്പോ പരസ്പരം DEOക്ക് അന്വേഷണം പോയി. നോക്കുമ്പോ കലക്ടർ ഇത് അറിഞ്ഞിട്ടില്ല. ഈ 17 വയസ്സായ ചെറുക്കൻ ഒരു 5 മിനിറ്റ് കലക്ടറായതാണ്. അതാണ് പ്രശ്നമായത്. നമ്മളെ കുട്ടികളെ സ്ഥിതിയാണ്. ഒരു +2കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറുപ്പം കുട്ടി. നമ്മളൊക്കെ കുട്ടികളെ ഇപ്പൊ എന്റെ മോൻ രാവിലെ എണീറ്റ് വന്നാൽ ചോദിക്കുന്നു സ്കൂൾ ഉണ്ടാവും. അപ്പൊ ഞാൻ പറയുന്നെന്തോ അവധി ഉണ്ടെന്ന് തോന്നുന്നുണ്ടെന്ന്. അപ്പൊ പിന്നെ ചോദിക്കുന്നത് സമസ്ത പ്രഖ്യാപിച്ചോന്ന് വെച്ചു. പിന്നെ അവർക്ക് മദ്രസ ഒഴിവിട്ടണം. മദ്രസ സ്കൂൾ ഒഴിവെന്ന് കേട്ടാന്ന് വലിയൊരുനാള് വെള്ളിയാഴ്ച ഒന്നിച്ചു വന്ന പോലെയാണ് കുട്ടികൾക്ക്. കാലി മാസപ്പിറവി പ്രഖ്യാപിച്ചതിനേക്കാൾ ആരവാണ് കലക്ടർ അവധി പ്രഖ്യാപിച്ചാല് നമ്മളെ കുട്ടികൾക്ക്, അല്ലേ? അങ്ങനെയുള്ള മദ്രസയിൽ പോവാതിരിക്കാൻ, സ്കൂൾ പോവാതിരിക്കാൻ ആഗ്രഹമുള്ള കുട്ടികളുണ്ടാവും. ഞാൻ മുമ്പ് പ്രസംഗിക്കുമ്പോ പറഞ്ഞിരുന്നു, ഉസ്താദ് ഖിയാമത്ത് നാളിനെ കുറിച്ച് ക്ലാസ് എടുക്കുന്ന ക്ലാസ് അൽ ഈമാനു ബിൽ യൗമിൽ ആഖിരി അഖീദയിലെ പാടാണ്. കുട്ടികളെ ശ്രദ്ധിക്കണം എന്നാണ്. കുട്ടികളോട് ശ്രദ്ധിക്കാൻ പറഞ്ഞപ്പോ കുട്ടികളെല്ലാവരും ശ്രദ്ധിച്ചു. പുസ്തകമൊക്കെ അടച്ചു വെക്കുന്നതാണ്. എല്ലാവരും അടച്ചു വെച്ചു. ഉസ്താദിനെ നന്നായി ശ്രദ്ധിച്ചു. ഉസ്താദ് പറഞ്ഞു ആഖിർ സമാനായാൽ കുറെ അടയാളങ്ങൾ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറെന്ന കാഹളത്തിൽ ഊതും. അത് ഊതിക്കഴിഞ്ഞാൽ ആകാശം പൊട്ടിക്കീറും. കുട്ടികളാകെ പരസ്പരം നോക്കി, റബ്ബേ ആകാശം പൊട്ടിക്കീറും, നക്ഷത്രങ്ങൾ കൊഴിഞ്ഞു വീഴും. ഭയങ്കര ബേജാറിലായി. പർവ്വതങ്ങൾ ഛിന്ന ഭിന്നമാകും. ബേജാറാൻ ഒടുക്കലും പോണം. അപ്പോൾ ആ ഉസ്താദ് പറഞ്ഞു കടല് ആളിക്കത്തും. കുട്ടികളാകെ ശ്വാസം വിടാതെ കണ്ണു നെറുവിൽ പോയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. കടല് ആളിക്കത്തും. അന്ന് ഭൂമിയല്ലാത്തതാക്കി മാറ്റപ്പെടും. യൗമ തുബദ്ദലുൽ അർള് ഗൈറൽ അർള്. ഭൂമിയെ അന്ന് ഭൂമി അല്ലാത്തതാക്കി മാറ്റപ്പെടും. കുട്ടികളിങ്ങനെ ശ്വാസമില്ലാതെ ഇരിക്കും. ഉസ്താദ് പറഞ്ഞു അന്ന് അല്ലല്ലാത്ത ഒന്നും ഉണ്ടാവില്ല. അപ്പൊ പിന്നിലെ ബെഞ്ചിൽ നിന്ന് ഒരു ചെക്കൻ നീറ്റ് ചോദിക്കുക അത്രേ, അന്ന് മദ്രസ ഉണ്ടാവുമോ എന്ന്. പോനെ സദർസ്ഥാവ് മരിച്ചിട്ട് വേണോ ഒന്ന് മദ്രസക്ക് വരാതിരിക്കാൻ കാത്തിരിക്കുക. അതാണ് നമ്മുടെ കുട്ടികൾ ആഗ്രഹം. അങ്ങനെ ഒരു 17 വയസ്സുള്ള ചെറുക്കൻ ഈ സ്ക്രീൻഷോട്ട് ഇട്ടപ്പോ ആ സ്ക്രീൻഷോട്ടിനെ പിന്തുടർന്ന് പോലീസ് ആ ചെറിയ മോനെ പിടിച്ചു കേസ് ചാർജ് ചെയ്തു. മലപ്പുറം ജില്ലയിൽ